ആശ്രമത്തിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് കുട്ടിയുണ്ടാകുന്ന പ്രവൃത്തി ആൾദൈവങ്ങളുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആശ്രമത്തിൻ്റെ ആശ്രിത വത്സത്വം മോശപ്പെട്ട മാർഗങ്ങളിലൂടെയാണ് എന്ന് ആൾദൈവങ്ങൾ അഴിഞ്ഞാടുന്ന കേരളീയ സമൂഹത്തിൽ അവരെ ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രമുഖരും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാനും മതേതരമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കുവാനും ചർച്ച ചെയ്യുവാനും പത്രപ്രവർത്തകർക്ക് അധികാരമുണ്ടോ, അവകാശമുണ്ടോ എന്ന ചോദ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സമീപകാലത്ത് പരിശോധിക്കാനിട വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ശ്രീ പ്രകാശും ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ MV നികേഷ് കുമാറും പ്രതികളാക്കപ്പെട്ട് കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ട ഒരു മാനനഷ്ട കേസിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോഴാണ് ഇപ്രകാരം വിലയിരുത്താൻ ഇടയായ സംഭവമുണ്ടായത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മതേതരമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുവാനും മതേതരമായ നിലപാടുകൾക്കനുസൃതമായി ചർച്ച സംഘടിപ്പിക്കുവാനും ചർച്ചകളിൽ അഭിപ്രായം പറയുവാനും പത്രലേഖകർക്ക് പത്രപ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന വസ്തുത സമീപ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഒരു വിധിന്യായത്തിലൂടെ പരിശോധിക്കാൻ ഇടവരികയുണ്ടായി. കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ തങ്ങൾക്കെതിരെ സമർപ്പിച്ച ഒരു മാനനഷ്ട കേസിൻ്റെ നിലനിൽപ്പ് നിയമപരമല്ല എന്ന് സമർപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ശ്രീ PK പ്രകാശും ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ MV നികേഷ് കുമാറും സമർപ്പിച്ച ഒരു ഹർജിയിലായിരുന്നു ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിന്യായം ഉണ്ടാകാനിട വന്നത്. ശ്രീ PK പ്രകാശും ശ്രീ MV നികേഷ് കുമാറും ആരോപിതരായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 500-ാം വകുപ്പ് പ്രകാരമാണ്. മാനനഷ്ടം ഉണ്ടാക്കുന്ന കുറ്റകരമായ പ്രവൃത്തി ചെയ്തു എന്നായിരുന്നു ആക്ഷേപം. ഇപ്പോൾ 2024 ജൂലൈ 1 മുതൽ അവരെ കുറ്റകരമാക്കിയ ആ നിയമവും ഇല്ല, ആ വകുപ്പുമില്ല. പകരം മറ്റൊരു നിയമസംഹിത വരികയും മറ്റ് വകുപ്പുകളിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാന പ്രശ്നം ആൾദൈവങ്ങൾ അഴിഞ്ഞാടുന്ന കേരളീയ സമൂഹത്തിൽ അവരെ ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രമുഖരും മറ്റ് സമൂഹത്തിലെ ഇതര വിഭാഗത്തിൽ നാം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ആൾദൈവങ്ങളുടെ അടുത്ത് ചെല്ലുകയും അവരെ ആത്മസമർപ്പണം നടത്തുകയും ചെയ്യുമ്പോൾ ആൾദൈവങ്ങളുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ ഏകദേശം 20 വർഷക്കാലത്തോളം ശിഷ്യയായി പ്രവർത്തിച്ചു വരുന്ന ഗെയിൽ ട്രെഡ്വെൽ എന്ന ഒരു വിദേശ വനിത അവിടെ നിന്ന് പോയ ശേഷം ബിഗ് സ്റ്റോറി എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ ലഭ്യമാണ്, ഇംഗ്ലീഷിലുള്ള പുസ്തകവും ലഭ്യമാണ്. ആമസോൺ പോലുള്ള പ്രസിദ്ധീകരണശാലകളിൽ നിന്നും ആ പുസ്തകം നമുക്ക് മാർക്കറ്റിൽ വായിക്കാൻ കിട്ടുന്നതുമാണ്. 2013 ശ്രീ PK പ്രകാശ് മുഖ്യ അവതാരകനായി ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വസ്തുതകൾ സംബന്ധിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചു. ചർച്ചയിൽ വർത്തമാനകാലത്തെ പ്രമുഖരായിട്ടുള്ള ശ്രീ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തതാണ്. ഓരോരുത്തരും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും അവതാരകൻ എന്ന നിലയിൽ ശ്രീ PK പ്രകാശ് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ കേൾക്കുന്നവരിൽ എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്രകാരം അവതരിപ്പിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഭക്തരിൽ ചിലർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ആശ്രമത്തിൽ വന്ന്
ചില പ്രത്യേക അനുഷ്ഠാനങ്ങളിലൂടെ കഴിഞ്ഞ് ശേഷം തിരിച്ചുപോയി അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം, അതിൻ്റെ സാങ്കത്യം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ചർച്ചകളിൽ പങ്കെടുത്ത ഒരു ഒന്നാം പ്രതിയായി ആ കേസിൽ അവരോധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അത് പ്രധാനമായിട്ടും ഗുരുതരമായ രീതിയിൽ അതിൻ്റെ സാങ്കേതികതയും മറ്റും ഉയർത്തിപ്പിടിച്ച് പറയാനുണ്ടായത്. ഇതെല്ലാം കേട്ട ചർച്ച മുഴുവൻ മനസ്സിലാക്കിയ വന്ദന എന്ന പേരുള്ള ഒരു ഭക്ത വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം കുട്ടികളുണ്ടാകാൻ കാത്തിരിക്കുകയും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അമൃതാനന്ദമയിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ആശ്രമത്തിൽ പോയി അവിടുത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിഷ്കർഷിച്ച് താമസിച്ച് പുറത്തു വന്ന് വീട്ടിലെത്തി മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. പിന്നീട് കുട്ടി ഉണ്ടാകുകയും ചെയ്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്രകാരം ആശ്രമത്തിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് കുട്ടിയുണ്ടാകുന്ന പ്രവൃത്തി മോശപ്പെട്ട മാർഗങ്ങളിലൂടെയാണ് എന്ന് അതിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ പറയാനിടവന്നതും വിദേശ വനിത ബിഗ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ അതിന് പിന്തുണയേകുന്ന രീതിയിൽ സഹായകമാകുന്ന രീതിയിൽ ചില വസ്തുതകൾ വെളിപ്പെടുത്തുകയും ചെയ്തത് വളരെ രൂക്ഷമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. ശ്രീ പ്രകാശ് അവതാരകൻ എന്ന നിലയിൽ ഇത്തരം പ്രവൃത്തികൾ ശാസ്ത്രീയമായിട്ടുള്ള പിന്തുണയോടുകൂടി സ്ഥിരീകരിക്കാൻ വയ്യാത്തതാണ് എന്നും ഇതിന് പൊതുസമൂഹത്തിൽ നിന്നും ചർച്ച ഉയർന്നു വരേണ്ടതുണ്ട്, ആശ്രമത്തിൻ്റെ ആശ്രിത വത്സത്വം രാഷ്ട്രീയ നേതാക്കന്മാരോ മറ്റ് പ്രാമുഖ്യമായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നവരോ പോകുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്ന ഒരു കാരണം കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കാതെ അംഗീകരിക്കപ്പെടുന്നത് ഒരു പുരോഗമന വ്യവസ്ഥയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന നിലയ്ക്ക് ആ ചർച്ച അവസാനിപ്പിക്കുകയാണുണ്ടായത്. ശ്രീ പി കെ പ്രകാശിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അമൃതാനന്ദമയി മഠത്തിനും ആ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം അപമാനകരമാണ് എന്ന നിലയ്ക്കായിരുന്നു ഈ കേസിൽ ഉയർത്തപ്പെട്ട വസ്തുത. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സമാനമായി പത്രലേഖകരുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ചും ഇന്ത്യൻ ഭരണഘടനയിലെ 19(1)(a) വകുപ്പ് അനുസരിച്ച് ഏതൊരു പൗരനും കിട്ടേണ്ട സ്വാതന്ത്ര്യം സംബന്ധിച്ചുമെല്ലാം സമീപകാലത്ത് മറ്റ് വിധികളിലൂടെ അനുവർത്തിച്ച അതേ പാഠവം തന്നെ കാണിച്ചുകൊണ്ട് ഈ കേസിലും റിപ്പോർട്ടർ ചാനലിന് അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുകയും കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് റദ്ദാക്കുകയും ചെയ്തു. ഇവിടെ നാം ഈ വിധിന്യായത്തിലെ അന്തസത്ത എന്ന നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വരേണ്ടതും നാം വിലയിരുത്തപ്പെടേണ്ടതും ആൾദൈവങ്ങൾ സംബന്ധിച്ചുള്ള അവരുടെ പ്രവർത്തികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ പൊതുസമൂഹം പലപ്പോഴും ഗൗരവമേറിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങളെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരു പത്രലേഖകൻ അസന്നിഗ്ധമായി ബോധ്യപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിനെതിരെ കേസെടുത്ത് വായടപ്പിക്കാമെന്നുള്ള ഏതെങ്കിലും ഒരു ആളുടെ പ്രവൃത്തിയെ, അതിനെ കുറ്റകരമാക്കാൻ ഉള്ള ഒരു രീതിയെ നിയമപരമായി സംരക്ഷണം കൊടുക്കുകയില്ല എന്ന കോടതിയുടെ ഉറച്ച പ്രഖ്യാപനത്തിൻ്റെ ഒരു നിദാനം കൂടിയാണ്, ഒരു ഉദാഹരണം കൂടിയാണ് ഈ കേസ്. കുറ്റകരമായ പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ പലതും ഉണ്ടാകാം. അതുകൊണ്ടാണ് അതിനുള്ള എല്ലാ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും സമീപകാലത്ത് വന്നിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലുമെല്ലാം കുറ്റകരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയെ മറ്റൊരു സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുവാനോ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാനോ വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് ഇടപെടൽ ആവശ്യമാണ് എന്ന രീതിയിലാണ് ശ്രീ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ്റെ ഇടപെടലുണ്ടായത്. ഏതൊരു പത്രപ്രവർത്തകൻ്റെയും സ്വാതന്ത്ര്യം സംബന്ധിച്ചും ഏതൊരു പൗരൻ്റെയും അവകാശങ്ങൾ സംബന്ധിച്ചും ഈ വിധികളെല്ലാം ആവേശം ഉൾക്കൊള്ളിക്കുന്നതാണ്. ആ നിലയ്ക്ക് ഇത് ചരിത്രപരമായ ഒരു വിധി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.